നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. വയോജന പരിപാലനത്തിൽ സംസ്ഥാനം രാജ്യത്തിന് മാതൃകയാണെന്ന മന്ത്രി റോഷി അഗസ്റ്റിൻ. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ വയോജന സംഗമം ഓർമ്മച്ചെപ്പ് 2025 ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 18ാമത് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് കൊടിയേറി. MM മണി MLA കായികമേള ഉദ്ഘാടനം ചെയ്തു. മന്ത്രി റോഷി അഗസ്റ്റിന് നേരെ ഇടുക്കിയിൽ വീണ്ടും കരിങ്കൊടി പ്രതിഷേധം. മഴയിൽ കുതിർന്ന് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള. ജില്ലയിൽ ഓറഞ്ച് അലർട്ട് ഉണ്ടായിട്ടും മേള സംഘടിപ്പിച്ചതിൽ വിമർശനം. സംഘാടകരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് MM മണി MLA. RBI നേതൃത്വത്തിൽ പോലീസിന്റെയും ലീഡ് ബാങ്കിന്റെയും SBIയുടെയും സഹകരണത്തോടെ പെൻഷൻകാർക്കുള്ള ഡിജിറ്റൽ തട്ടിപ്പ് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാറിന്റെ ഉദ്ഘാടനം തൊടുപുഴ DYSP സാബു PK നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. വയോജന പരിപാലനത്തിൽ സംസ്ഥാനം രാജ്യത്തിന് മാതൃകയാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ വയോജന സംഗമം ഓർമ്മച്ചെപ്പ് 2025 ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തങ്കമണി പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിമോൾ ജോസ് അധ്യക്ഷത വഹിച്ചു. വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നതിൽ സംസ്ഥാനം രാജ്യത്തിന് മാതൃകയാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ വയോജന സംഗമം ഓർമ്മച്ചെപ്പ് 2025 ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. അവർക്കായി വിവിധ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി വരുന്നു. രാജ്യത്ത് ആദ്യമായി വയോജന കമ്മീഷനെ നിയമിച്ചത് കേരള സർക്കാരാണ്. അവർക്ക് നിയമത്തിന്റെ പരിരക്ഷ ഉറപ്പാക്കുന്നതും സംസ്ഥാനത്തിന്റെ പ്രധാന ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണെന്നും മന്ത്രി പറഞ്ഞു. ഒരുമിച്ചിരിക്കാൻ സ്വന്തമായ ഒത്തിരിയേറെ അവസരമായിട്ടാണ് ഞാൻ ഈ ഓർമ്മച്ചെപ്പിനെ കാണുന്നത്. കഴിഞ്ഞ വർഷവും ഓർഗനൈസ് ചെയ്തിരുന്നു. എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ് നാട്ടുകാർക്ക് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ഞാൻ അസുഖത്തോടെ സംസാരിക്കുന്നില്ല. വാജ്പേയി പഞ്ചായത്തിന്റെ വികസന സദസ് അവരുടെ കഴിയുന്നത് എങ്കിലും ഇത്രയും ആൾക്കാർക്ക് ഒരുമിച്ച് ചെയ്യുമ്പോൾ നേരിൽ കാണണമെന്നുള്ള ആഗ്രഹവും ഇതിനെ കണ്ടതിനെ വീണ്ടും കാണാനുള്ള സന്തോഷവും എനിക്കറിയാം. വളരെ തങ്കമണി പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിമോൾ ജോസ് അധ്യക്ഷത വഹിച്ചു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് 2025-2026 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ICDS ഇടുക്കിയുടെ നേതൃത്വത്തിലാണ് ഗ്രാമപഞ്ചായത്തിൽ വയോജന സംഗമം വിപുലമായി സംഘടിപ്പിക്കുന്നത്. യോഗത്തിൽ വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും 90 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങളെ ആദരിക്കലും ത്രിതല ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ നിർവഹിച്ചു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി മുക്കാട്ട്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ സോണി ചൊള്ളാമഠം, റിൻഡാമോൾ വർഗീസ്, ചിഞ്ചുമോൾ ബിനോയ്, ജോസി കാവുങ്കൽ, MJ ജോൺ, ഷേർലി ജോസഫ്, ഷേർലി തോമസ്, ചെറിയാൻ KC, റീന സണ്ണി, പ്രഹ്ലാദൻ VN, ജോസ് തൈച്ചേരിൽ, ജിൻഡു ബിനോയ്, സാമൂഹ്യ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ റോമിയോ സെബാസ്റ്റ്യൻ, ഫാദർ തോമസ് പുത്തൻപുരയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. 18ാമത് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് കൊടിയേറി. MM മണി MLA കായികമേള ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PC ഗീത പതാക ഉയർത്തി. 3 ദിവസങ്ങളായി നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. 18ാമത് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് കൊടിയേറി. 3 ദിവസങ്ങളിലായി നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിലാണ് ജില്ലയിലെ കൗമാര കായിക പ്രതിഭകളെ കണ്ടെത്താനുള്ള മത്സരങ്ങൾ നടക്കുന്നത്. ജില്ലയിലെ 7 സബ് ജില്ലകളിൽ നിന്നായി 2500ഓളം കായിക താരങ്ങളാണ് മേളയിൽ മികവിനായി പോരാടുന്നത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ എന്നീ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PC ഗീത പതാക ഉയർത്തിയതോടെ മേളയ്ക്ക് തുടക്കമായി. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ വെച്ച് MM മണി MLA കായികമേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. നെടുങ്കണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിമി ലാലിച്ചൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PC ഗീത, നെടുങ്കണ്ടം AEOC ജെൻസിമോൾ, ബിജു ജോർജ്, വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. 100 മീറ്റർ ഓട്ടത്തോടെയാണ് ട്രാക്കിലെ മത്സരങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് 600 മീറ്റർ ഓട്ടം, വിവിധ വിഭാഗങ്ങളിൽ ഹഡിൽസ്, 100 മീറ്റർ റിലേ, 3000 മീറ്റർ ഓട്ടം, ലോങ് ജമ്പ്, ഷോട്ട് പുട്ട്, ഹൈ ജമ്പ്,
ഡിസ്കസ് ത്രോ തുടങ്ങിയ മത്സരങ്ങളാണ് നടന്നത്. Junior boys, Tiger, first of all. Junior boys, Tiger, first of all. കനത്ത മഴ മൂലം 1 മണിക്കൂറോളം വൈകിയാണ് മത്സരങ്ങൾ ആരംഭിച്ചത്. മത്സരങ്ങൾ നടക്കുന്നതിനിടയിലും മഴ പെയ്തെങ്കിലും ഇത് അവഗണിച്ചും മത്സരങ്ങൾ തുടർന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മന്ത്രി റോഷി അഗസ്റ്റിന് നേരെ ഇടുക്കിയിൽ വീണ്ടും കരിങ്കൊടി പ്രതിഷേധം. ബാത്തിക്കുടി മണ്ഡലം കോൺഗ്രസ് യൂത്ത് പ്രവർത്തകരാണ് മന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയത്. ഭൂപതിവ് ചട്ടഭേദഗതി എന്ന പേരിൽ ജനങ്ങളെ കബളിപ്പിക്കുകയും ജനങ്ങളുടെ ജീവിതത്തിന് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യുന്ന നിലപാടിനും ബാത്തിക്കുടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ലാൻഡ് രജിസ്റ്ററിൽ ഏലം കൃഷിയെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലങ്ങൾക്ക് പട്ടയം നൽകാത്തതിലും ഉൾപ്പെടെ പ്രതിഷേധിച്ചുകൊണ്ടാണ് സ്വന്തം മണ്ഡലമായ മുരിക്കാശ്ശേരിക്ക് സമീപം പടമുഖത്ത് വെച്ച് മന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയത്. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വിനോദ് ജോസഫ്, സെക്രട്ടറി ഡിക്ലർക്ക് സെബാസ്റ്റ്യൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിതിൻ ജോയ്, KSU ജില്ലാ കമ്മിറ്റി അംഗം അനിൽ സെബാസ്റ്റ്യൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി ആൽബർട്ട് റെന്നി എന്നിവരാണ് പ്രതിഷേധിച്ചത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മഴയിൽ കുതിർന്ന് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള. ജില്ലയിൽ ഓറഞ്ച് അലർട്ട് ഉണ്ടായിട്ടും മേള സംഘടിപ്പിച്ചതിൽ വിമർശനം. സംഘാടകരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് MM മണി MLA. ജില്ലയിൽ പരക്കെ മഴ പെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അനുകൂല കാലാവസ്ഥ അല്ലാതിരുന്നിട്ടും മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന മേള മാറ്റിവെക്കാൻ സംഘാടകർ തയ്യാറായില്ല. രാവിലെ നെടുങ്കണ്ടം സ്റ്റേഡിയത്തിൽ ഉദ്ഘാടന സമ്മേളനം ആരംഭിച്ചപ്പോൾ കനത്ത മഴ പെയ്യുകയായിരുന്നു. മഴയിൽ മേള നടത്തിയതിനെ ഉദ്ഘാടകനായ MM മണി വിമർശിച്ചു. ഈ സമയം തീരുമാനിച്ച നിങ്ങളോട് എനിക്ക് തടുക്കാൻ ഏതാനും ദിവസമായിട്ടുള്ള കാലാവസ്ഥ മറ്റൊരു ദിവസം തീരുമാനിക്കുന്നതല്ല. മഴയൊന്നുമില്ലെങ്കിൽ വലിയ കാറ്റുമില്ലെങ്കിൽ നല്ല സുഖമാണ്, നല്ല നില പരിപാടി നടത്താം. ഇത് മത്സരിക്കാൻ വലിയ ആർക്കെയോട് കുട്ടികൾ വരുന്നതെന്നും പറഞ്ഞ് ഈ മഴയത്തോടിച്ച് അവർക്കെല്ലാം ലൈബ്രറിയിൽ പിടിക്കും. കാലാവസ്ഥ മനസ്സിലാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾ ഒരുമാതിരി പണിയാണ്. എനിക്ക് അതിനോട് കാണിച്ച അഭിപ്രായ വ്യത്യാസം. പിന്നെ എന്റെ അഭിപ്രായ വ്യത്യാസത്തിൽ കാര്യം നിങ്ങളുണ്ടാക്കിയിട്ടില്ല. 1 മണിക്കൂറോളം താമസിച്ചാണ് മത്സരങ്ങൾ ആരംഭിച്ചത്. നേരത്തെ മഴയെ അവഗണിച്ചാണ് കുട്ടികൾ ട്രാക്കിൽ ഇറങ്ങിയത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. RBI നേതൃത്വത്തിൽ പോലീസിന്റെയും ലീഡ് ബാങ്കിന്റെയും SBIയുടെയും സഹകരണത്തോടെ പെൻഷൻകാർക്കുള്ള ഡിജിറ്റൽ തട്ടിപ്പ് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. മുതിർന്ന പൗരന്മാരെ ലക്ഷ്യമിട്ടുള്ള ഡിജിറ്റൽ സാമ്പത്തിക തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. സെമിനാറിന്റെ ഉദ്ഘാടനം തൊടുപുഴ DYSP സാബു PK നിർവഹിച്ചു. മുതിർന്ന പൗരന്മാരെ ലക്ഷ്യമിട്ടുള്ള ഡിജിറ്റൽ സാമ്പത്തിക തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതേ തുടർന്നാണ് സുരക്ഷിതമായ ബാങ്കിംഗ് രീതികളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുവാൻ RBI തീരുമാനിച്ചത്. കേരളമൊട്ടാകെ പോലീസിന്റെയും ലീഡ് ബാങ്കിന്റെയും സഹകരണത്തോടെ നടക്കുന്ന സെമിനാറിന്റെ ഭാഗമായാണ് തൊടുപുഴയിലും സെമിനാർ സംഘടിപ്പിച്ചത്. സുരക്ഷിതമായ ഡിജിറ്റൽ ബാങ്കിംഗ് രീതികൾ, പരാതി പരിഹാര സംവിധാനങ്ങൾ, സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ നിയമ ഏജൻസികളുടെ പങ്ക് തുടങ്ങിയ വിഷയങ്ങളിലാണ് സെമിനാർ നടന്നത്. സെമിനാറിന്റെ ഉദ്ഘാടനം തൊടുപുഴ DYSP സാബു PK നിർവഹിച്ചു. പല ഇതിലായിട്ട് പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കണം, ബാങ്കിന്റെ അത് കഴിഞ്ഞ് നമ്മൾ ഫ്രീസ് ചെയ്യും. കുറെ കാശൊക്കെ ഫ്രീസ് ചെയ്യും. അതിന് മുമ്പ് തന്നെ ഇതെല്ലാം വിഡ്രോ ചെയ്ത് കൊടുക്കുകയും പെട്ടെന്ന്. അപ്പൊ അവർക്കറിയാവുന്നത് വിഡ്രോ ചെയ്ത് നമ്മൾ ഇട്ട് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ക്യാഷ് എല്ലാം മാറി മാറി പല അക്കൗണ്ടിൽ, പല ലെയറുകളായിട്ടുള്ള പല അക്കൗണ്ടിലേക്ക് ക്യാഷ് പോയിട്ട് അവിടെ നിന്നെല്ലാം വിഡ്രോ ചെയ്യും. നമ്മളിവിടെ അവിടെ ഇവിടെ അന്വേഷിച്ച് നടക്കാൻ, തേരാപ്പാല നടക്കാന്നല്ലാതെ വലിയ കാര്യങ്ങളില്ല. എന്നുവെച്ചാൽ കിട്ടൂല തന്നെ കുറെ കാശ് കിട്ടും. നമ്മള് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ മറ്റേ ഇതിൽ 10-30 വിളിച്ചിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ബ്ലോക്കായി നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ആയി അവിടെ ഇതുണ്ടാവുക. അല്ലാതെ ഇതിന് പോകുന്നത് പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം ഇവിടുന്ന്
പിന്നെ ഒരാഴ്ചയില്ലേ ഇവിടുത്തെ ഒരു ലയൻസിനൊക്കെ നമ്മളെ ഡോക്ടർ വിളിച്ചു, സാറേ എന്റെ കാശിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വെറുതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ നമ്പറിൽ വിളിച്ച് പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു മാഡത്തിനോട്. അപ്പൊ അങ്ങനെ നമ്മൾ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കാശ്. ഒരു ദിവസം ഡോക്ടറിന്റെ 1.5 കോടി പോയെന്നൊക്കെ പറഞ്ഞാൽ വരുന്നത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതിൽ അവെയർ ആയിരിക്കുക, ക്യാഷ് പോകാതെ നോക്കുക എന്നുള്ളതാണ്. തട്ടിപ്പിന് ഇരയാകാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഇത്രയും നാൾ നമ്മൾ സാധാരണ ബുദ്ധിയില്ലാത്തവരൊന്നുമല്ല. നമ്മൾ ഇത്രയും വർക്ക് ചെയ്ത് ഓരോ മേഖലകളിൽ നമ്മുടെ കഴിവ് തെളിയിച്ചവരാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നമ്മളെ പറ്റിക്കാതിരിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ പുറകെ പഴക്കം മനസ്സിലായില്ല. മറ്റു കേസുകൾ എടുക്കുന്ന പോലെയല്ല. ഇത് വലിയ ബുദ്ധിമുട്ടാണ്. ഇതിന്റെ പുറകെ ഈ ക്യാഷ് പോകുന്നത് തിരിച്ചു പിടിക്കാൻ പാടാണ്. RBI തിരുവനന്തപുരം AGM സാബിത് സലീം മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ RBI തിരുവനന്തപുരം LDO മുത്തുകുമാർ M, മുട്ടം പോലീസ് ഇൻസ്പെക്ടർ സോൾജിമോൻ, ലീഡ് ബാങ്ക് LDM വർഗീസ് M മാത്യു, ഓഫീസർ കുര്യാച്ചൻ M തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരള സ്റ്റേറ്റ് ഹെഡ്ലോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ INTUCയുടെ നേതൃത്വത്തിൽ ചെറുതോണി ക്ഷേമ ബോർഡ് സബ് കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മാർച്ചും ധർണയും ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി നിയമം പരിഷ്കരിക്കുക, സ്കാറ്റേർഡ് വിഭാഗം ക്ഷേമനിധിയിൽ അംഗങ്ങളെ ചേർക്കുക, അംഗങ്ങൾക്ക് ESI ബാധകമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് ഹെഡ്ലോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ INTUCയുടെ നേതൃത്വത്തിൽ ചെറുതോണി ക്ഷേമ ബോർഡ് സബ് കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ചെറുതോണി പമ്പ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ടൗൺ ചുറ്റി ക്ഷേമ ബോർഡ് സബ് കമ്മിറ്റി ഓഫീസിന് മുന്നിലെത്തി. തുടർന്ന് നടന്ന ധർണാ സമരത്തിൽ INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് PD ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗം ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ വിവിധ മേഖലകൾ പണിയെടുക്കുന്ന ആളുകൾ ഒട്ടേറെ ആനുകൂല്യങ്ങൾ ഗവൺമെന്റ് കൊടുക്കുന്നു. ക്ഷീരംഗത്ത് പണിയെടുക്കുന്ന ആളുകൾക്ക് നാളിതുവരെയായി ചികിത്സാ സംവിധാനത്തിന് ESI ബാധകമാക്കുക കേരളത്തിൽ ഗവൺമെന്റ് തയ്യാറാക്കുന്നു. നാഴികയ്ക്ക് 40 വട്ടം തൊഴിലാളി വർഗ സർക്കാരാണ് എന്ന് പറയുന്നത്. അധികാരത്തിൽ വന്നിട്ട് നാളിതുവരെയായി കേരളത്തിലെ തൊഴിലാളി വർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്ന കാര്യം INTUC വ്യക്തമായി ചൂണ്ടിക്കാണിച്ചു. കേരളത്തിലെ തൊഴിലാളി വർഗത്തിന്റെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം പ്രഭാതം മുതൽ പ്രദോഷം വരെ നാട്ടിൽ പണിയെടുക്കുന്നു എന്ന് മാത്രമല്ല, നാട്ടിൽ ഏത് അത്യാപത്തുകളുണ്ടായാലും ഏറ്റവും ആദ്യം ഓടിയെത്തുന്ന വിഭാഗം ചുമട്ടുതൊഴിലാളികളും ഓട്ടോറിക്ഷ തൊഴിലാളികളുമാണ് എന്നതാണ് യാഥാർത്ഥ്യം. DCC സെക്രട്ടറി MD അർജുനൻ മുഖ്യപ്രഭാഷണം നടത്തി. അഭിവാദ്യം അർപ്പിച്ച INTUC ജില്ലാ സെക്രട്ടറിമാരായ KM ജലാലുദ്ദീൻ, ഇബ്രാഹിം കാരിക്കുളം, CP സലീം, തങ്കച്ചൻ കാരക്കവയലിൽ, തോമസ് അരയത്തിനാൽ, മനാഫ് മരക്കാർ, ജോഷി പീറ്റർ, ടോമി നെല്ലിപ്പള്ളി, ജിൻസ് K ജോർജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് നടത്തി. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിയിൽ ഉദ്ഘാടനം ചെയ്തു. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിനെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായും വികസന സദസ്സിൽ പ്രഖ്യാപിച്ചു. വണ്ടൻമേട് ശ്രീ മഹാഗണപതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വികസന സദസ്സിൽ ഫിലോമന രാജു അധ്യക്ഷത വഹിച്ചു. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി വികസനങ്ങളും ചർച്ച ചെയ്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിയിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഗവൺമെന്റിന്റെയും പഞ്ചായത്തുകളുടെയും വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയും ആ വികസന മുന്നേറ്റം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുമുള്ള ഒരു വികസന സദസ്സാണ് ഇന്ന് സംസ്ഥാനം ഒട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ഗവൺമെൻറ് കാലങ്ങളായി തന്നുകൊണ്ടിരിക്കുന്ന ഫണ്ടുകൾ കൃത്യമായ രീതിയിൽ തന്നെ വിനിയോഗിക്കുകയും ഒരു പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി ആ പദ്ധതികൾ വളരെ മനോഹരമായി തന്നെ അത് കൃത്യനിഷ്ഠതയോടുകൂടി ചെലവഴിക്കുവാനും സാധിച്ചു എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിനെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായും വികസന സദസ്സിൽ പ്രഖ്യാപിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആശാപ്രവർത്തകർ, അംഗൻവാടി ജീവനക്കാർ എന്നിവരെ വികസന സദസ്സിൽ ആദരിച്ചു. വിവിധ മേഖലകളിലായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവരെയും യോഗത്തിൽ അനുമോദിച്ചു. കഴിഞ്ഞ 5 വർഷം പഞ്ചായത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത വികസന സദസ്സ് ഭാവി വികസനങ്ങളും ചർച്ചയാക്കി. നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ സദസ്സിൽ നേടാനാവാത്തതും ഭാവിയിലെ ആവശ്യങ്ങളും വിലയിരുത്തി. വണ്ടൻമേട് ശ്രീ മഹാഗണപതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വികസന സദസ്സിൽ ഫിലോമിന രാജു അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ GP രാജൻ, ഷെൽവി ശേഖർ, സിബി എബ്രഹാം, സസ്യ രാജ, ജോസ് മാടപ്പിള്ളിൽ, സിസിലി സജി, സൂസൻ ജേക്കബ്, സത്യ മുരുകൻ, രാജ മാട്ടുകാരൻ, വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അനന്തു M നായർ, റിസോഴ്സ് പേഴ്സൺ അനൂപ് ഭട്ടതിരി, മോണിറ്ററിംഗ് ഓഫീസർ സജി തോമസ്, കോർഡിനേറ്റർ ജോസഫ് വർഗീസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിൽ നടക്കുന്ന സെൻട്രൽ സ്കൂൾ കലോത്സവത്തിൽ സ്റ്റേജ് മത്സരങ്ങൾക്ക് തുടക്കമായി. വിവിധ സ്റ്റേജുകളിലായി മാർഗംകളി, ഗ്രൂപ്പ് ഡാൻസ്, നാടോടി നൃത്തം, ഭരതനാട്യം തുടങ്ങിയ വിവിധ ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമായി വിവിധ കാറ്റഗറികളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിൽ നടക്കുന്ന സെൻട്രൽ സ്കൂൾ കലോത്സവത്തിൽ സ്റ്റേജ് മത്സരങ്ങൾക്ക് തുടക്കമായി. 15-ൽ പരം വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. വിവിധ ഇനങ്ങളിലായി 5000-ഓളം പ്രതിഭകൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. ഇടുക്കി, തൃശൂർ, എറണാകുളം ജില്ലകളിലെ 100-ൽ പരം സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുക്കുക. വിവിധ സ്റ്റേജുകളിലായി മാർഗംകളി, ഗ്രൂപ്പ് ഡാൻസ്, നാടോടി നൃത്തം, ഭരതനാട്യം, മോണോ ആക്ട്, ലളിതഗാനം, മൃദംഗം, തബല, വയലിൻ, വിവിധ ഭാഷകളിലെ പ്രസംഗങ്ങൾ തുടങ്ങിയ ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമായി വിവിധ കാറ്റഗറികളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. വെള്ളിയാഴ്ച 14 വേദികളിലായി 4 കാറ്റഗറികളിലെ ഗ്രൂപ്പ് സോങ്, മൈം, തിരുവാതിരകളി, ഇംഗ്ലീഷ് 1 ആക്ട് പ്ലേ, മോഹിനിയാട്ടം, വെസ്റ്റേൺ മ്യൂസിക്, ഭരതനാട്യം, ഏകാഭിനയം, സംഘനൃത്തങ്ങൾ, കോൽക്കളി, മാർഗംകളി, പാശ്ചാത്യ സംഗീതം, മോഹിനിയാട്ടം, ദേശഭക്തിഗാന മത്സരം, ശാസ്ത്രീയ സംഗീതം, മോണോ ആക്ട്, ഭരതനാട്യം, ക്ലാസിക്കൽ മ്യൂസിക്, ഗിറ്റാർ, ലളിതഗാനം, ആങ്കറിംഗ്, മിമിക്രി, മാപ്പിളപ്പാട്ട്, പ്രസംഗ മത്സരം തുടങ്ങിയവ നടക്കും. കലോത്സവം 18-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തൊടുപുഴ യൂണിയന്റെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടത്തി. ജില്ലാ പ്രസിഡന്റ് MS അജി ഉദ്ഘാടനം ചെയ്തു. ജയൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. പൊതുയോഗത്തിന് ശേഷം പുതിയ ഭരണസമിതിയെയും തെരഞ്ഞെടുത്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തൊടുപുഴ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും തിരഞ്ഞെടുപ്പും നടത്തി. KHRI ഭവനിൽ ചേർന്ന യോഗം ജില്ലാ പ്രസിഡന്റ് MS അജി ഉദ്ഘാടനം ചെയ്തു. പൊതുയോഗത്തിൽ ജയൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. KHRI നേതാക്കളായ PK മോഹനൻ, പ്രതീഷ് കുര്യാസ്, ഗിരീഷ് കുമാർ, പ്രവീൺ വിഷിബു, ഐശ്വര്യ, ബിനു അണക്കര, ജോസ് മരിയ എന്നിവർ സംസാരിച്ചു. ബേക്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സജി പോൾ ആശംസകൾ നേർന്നു. തുടർന്ന് സാജു കുമളി വരണാധികാരിയായി തെരഞ്ഞെടുപ്പ് നടത്തി. 2025-2028 പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. PK മോഹനൻ രക്ഷാധികാരിയായിട്ടുള്ള പുതിയ കമ്മിറ്റിയിൽ ഗിരീഷ് കുമാർ AR ബേക്കറി ആൻഡ് റെസ്റ്റോറന്റ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രവീൺ വി സെക്രട്ടറിയായും പ്രതീഷ് കുര്യാസ് ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. ജയൻ ജോസഫ് ജില്ലാ കൗൺസിൽ അംഗമായും സത്യപ്രതിജ്ഞ ചെയ്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇടുക്കി ജില്ലയുടെ തൊടുപുഴ യൂണിറ്റ് അവരുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ യൂണിറ്റ് രക്ഷാധികാരി, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി, എക്സിക്യൂട്ടീവ് അംഗം എന്ന നിലയിൽ അസോസിയേഷന്റെ ഭരണഘടനയോട് പൂർവ്വം വിശ്വസ്തയും പുലർത്തുമെന്നും അഖണ്ഡതയും അച്ചടക്കവും പാലിക്കുമെന്നും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അന്യായമായി വർദ്ധിപ്പിച്ച ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ ഫീസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് BMS ഇടുക്കി ജില്ലാ കമ്മിറ്റി തൊടുപുഴ DLO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. BMS ജില്ലാ പ്രസിഡന്റ് AP റജികുമാർ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഫീസ് 1000 രൂപയിൽ നിന്നും 10000 രൂപയാക്കി വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് BMS ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ DLO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ട്രേഡ് യൂണിയൻ അംഗങ്ങളാകുന്ന തൊഴിലാളികളെ തിരിച്ചറിയാനുള്ള അധികാരം ALOമാർക്ക് ആയിരുന്നു. എന്നാൽ ആ അധികാരം എടുത്തുമാറ്റി തൊഴിൽ മേഖലയെക്കുറിച്ചും തൊഴിലിനെക്കുറിച്ചും ഒന്നും അറിയാത്ത ഗസറ്റഡ് ഓഫീസർമാരെ അധികാരമേൽപ്പിച്ചത് യഥാർത്ഥ തൊഴിലാളികളുടെ സംഘടിക്കാനുള്ള അവകാശത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്ന് BMS ജില്ലാ പ്രസിഡന്റ് MP റജികുമാർ പറഞ്ഞു. BMS ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DLO ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതും വലതും മാറി മാറി 59 വർഷം നമ്മുടെ ഈ സംസ്ഥാനം ഭരിച്ച് തുടർന്ന് 2016 ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ LDF വരും
എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന് 9.5 വർഷം പിന്നിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഈ സംസ്ഥാനത്ത് ഇവർ മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ തൊഴിലാളി വർഗം തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും തൊഴിലാളിയുടെ ഉന്നമനത്തിന് വേണ്ടി സർവസജ്ജരായി നിൽക്കുന്ന ഇടതുപക്ഷ തൊഴിലാളി സംഘടനയെ അധികാരത്തിൽ ഏറ്റണമെന്ന് ഓമന മോഹന വാഗ്ദാനം നൽകിക്കൊണ്ട് ഓരോ വീടുകളിലും ഓരോ തൊഴിലാളികളെയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരണമെന്ന മുദ്രാവാക്യവുമായി ഭരണാധികാര കേന്ദ്രത്തിൽ കയറി അമർന്നു ചെയ്യുമെന്ന് ഇപ്പോൾ ഈ നാട്ടിലുള്ള തൊഴിലാളി വർഗത്തിന്റെ മാത്രമല്ല പൊതുസമൂഹത്തിൽ ആകമാനം ഭയാശങ്ക ഉയർത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് സാധാരണക്കാരന്റെ മേലിൽ അമിത ഭാരങ്ങൾ അടുപ്പിച്ചേൽപ്പിച്ച് സ്വൈര ജീവിതം ദുസ്സഹമായി തീർന്നിരിക്കുന്ന സ്ഥിതിവിശേഷം ഈ കേരളത്തിൽ സംജാതമായിരിക്കുന്നു. BMS ജില്ലാ സെക്രട്ടറി KC സിനീഷ് കുമാർ, BMS സംസ്ഥാന സമിതി അംഗങ്ങളായ NP ശശിധരൻ, B വിജയൻ, K ജയൻ, VN രവീന്ദ്രൻ, SG മഹേഷ്, K മാരിയപ്പൻ, B അജിത് കുമാർ, S സുനിൽ, KK സനു, C രാജേഷ്, ഗിരീഷ് തയ്യൽ, TK ശിവദാസ്, സതീഷ് വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജ് കൊമേഴ്സ് സെൽഫ് ഫിനാൻസിംഗ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി മൈൻഡ് മാസ്റ്റേഴ്സ് ഇന്റർ സ്കൂൾ കൊമേഴ്സ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. കൊമേഴ്സ് സെൽഫ് ഫിനാൻസിംഗ് വിഭാഗം അധ്യാപകരായ കിരൺ ജെ കട്ടക്കയം, ഗീതു ജോസ് എന്നിവർ ക്വിസ് മത്സരത്തിന് നേതൃത്വം നൽകി. വിജയികൾക്ക് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി K അലക്സ് ക്യാഷ് അവാർഡുകൾ നൽകി. തൊടുപുഴ ന്യൂമാൻ കോളേജ് കൊമേഴ്സ് സെൽഫ് ഫിനാൻസിംഗ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി മൈൻഡ് മാസ്റ്റേഴ്സ് ഇന്റർ സ്കൂൾ കൊമേഴ്സ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. കൊമേഴ്സ് സെൽഫ് ഫിനാൻസിംഗ് വിഭാഗം അധ്യാപകരായ കിരൺ ജെ കട്ടക്കയം, ഗീതു ജോസ് എന്നിവർ ക്വിസ് മത്സരത്തിന് നേതൃത്വം നൽകി. വിജയിച്ചവർക്ക് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി K അലക്സ് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. കോളേജ് ബർസാർ ഫാദർ ബെൻസൺ N ആന്റണി, കൊമേഴ്സ് റെഗുലർ വിഭാഗം മേധാവി ക്യാപ്റ്റൻ പ്രജീഷ് C മാത്യു, സെൽഫ് ഫിനാൻസിംഗ് വിഭാഗം ഡയറക്ടർ ഫാദർ അലൻ അലക്സ്, കൊമേഴ്സ് സെൽഫ് ഫിനാൻസിംഗ് വിഭാഗം മേധാവി ശോഭ തോമസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വിഭാഗം മേധാവി റോമി തോമസ് എന്നിവർ സംസാരിച്ചു. വിവിധ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നും പങ്കെടുത്ത 25 ടീമുകൾ മാറ്റിവെച്ച പ്രശ്നോത്തരിയിൽ തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളായ ജുഗൽ എസ് പോൾ, ആൽവിൻ എബി എന്നിവർ 1ാം സ്ഥാനം കരസ്ഥമാക്കി. മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് HSS വിദ്യാർത്ഥികളായ ഫാത്തിമ നസ്രീൻ, ഋതിക സോണി എന്നിവർ 2ാം സ്ഥാനവും, വഴുത്തല സെന്റ് സെബാസ്റ്റ്യൻസ് HSS വിദ്യാർത്ഥികളായ റിൻസ ഡോണ്ടിസ്, അമൃത MA എന്നിവർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇതിനോടനുബന്ധിച്ച് നടത്തിയ ഫിലിം റിവ്യൂ മത്സരത്തിൽ തൊടുപുഴ ഡീപ്പോൾ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളായ അക്സ ഐബ് 1ാം സ്ഥാനവും, റൂബൻ ജോർജ് ടോണിയോ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. സമാപന സമ്മേളനത്തിൽ വിജയികളെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തട്ടക്കുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി സ്കൂളിന് സമർപ്പിച്ചതിന്റെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇന്ദു സുധാകരൻ നിർവഹിച്ചു. PTA പ്രസിഡന്റ് അജിമോൻ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് 2024-2025 സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തട്ടക്കുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഇതിന്റെ ഭാഗമായി സ്കൂൾ കൌൺസിലിംഗ് മുറി, ലാബ് എന്നിവ നിർമ്മിക്കുകയും സ്കൂൾ മുറ്റം ടൈൽ വിരിച്ച് മനോഹരമാക്കുകയും ചെയ്തു. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി സ്കൂളിന് സമർപ്പിച്ചതിന്റെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇന്ദു സുധാകരൻ നിർവഹിച്ചു. പക്ഷെ വരുന്നതായിട്ടുള്ള അധ്യാപകരെല്ലാവരും, പ്രത്യേകിച്ച് പ്രധാന അധ്യാപകർ, പല കാര്യങ്ങൾക്കും അവർ എപ്പോഴും നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ കാണിക്കുന്നതായിട്ടുള്ള ആ ഒരു വലിയ ഒരു താല്പര്യം, നിങ്ങളോടുള്ളതായ ആ ഒരു സ്നേഹം, സന്തോഷം എത്രമാത്രമാണെന്ന് അവരുടെയൊക്കെ സംസാരത്തിലുണ്ട്. പക്ഷെ അത് നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ നല്ല റിസൾട്ടിനാൽ ആയിരിക്കണം എന്ന് ഞാൻ വളരെയധികം പ്രതീക്ഷയോടുകൂടി പറഞ്ഞുകളാണ്. കാരണം അധ്യാപകർക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് അതാണ്. നിങ്ങളുടേതായി നിങ്ങൾ ഇത്രയും നാൾ പഠിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല റിസൾട്ട് മാത്രമല്ല, റിസൾട്ട് വാങ്ങിച്ച് ഇപ്പോൾ റിസൾട്ടിൽ ഒത്തിരി ഏറെ മാർക്ക് വാങ്ങിക്കുന്നതിന് ഉപരിയായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല പൗരന്മാരായിട്ട് നമ്മുടെ സമൂഹത്തിൽ വാർത്തെടുക്കുക, ഏറ്റവും നല്ല രീതിയിൽ ഗുണനിലവാരം, ഏറ്റവും നമ്മുടെ മൗലികമായിട്ടുള്ള ധർമ്മങ്ങൾ ഉൾക്കൊള്ളുന്ന കുട്ടികളായിട്ട് നിങ്ങൾ വളർന്നു വരണം. സത്യവും നീതിയും ധർമ്മവും എന്നും നമ്മുടെ ജീവിതത്തിൽ പുലർത്തുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് എന്തെല്ലാം കൈവിട്ടു പോയാലും നമ്മുടേതായിട്ടുള്ള മനസ്സിൽ നിന്ന്, നമ്മുടേതായിട്ടുള്ള പ്രവൃത്തിയിൽ നിന്ന് ദോഷപ്പെട്ട വശങ്ങളിലേക്കൊന്നും കടന്നു പോകാതെ, നമുക്കറിയാം സമൂഹം വളരെയധികം മലീമസമായിട്ടുള്ള കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്.
ഇതൊക്കെ വേണം. അതായത് സോഷ്യൽ മീഡിയയിലുള്ളതായ കാര്യങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കാനും തള്ളേണ്ട കാര്യങ്ങളെ തള്ളുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നും കൂടെ ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ്. PTA പ്രസിഡന്റ് അജിമോൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ മഹിമ NG സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി മേബിൾ റോസ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. ആശംസകൾ അറിയിച്ചുകൊണ്ട് വാർഡ് കൗൺസിലർ ജിൻസി സാജൻ, ഹെഡ് മിസ്ട്രസ് രാധിക എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയോജന പരിപാലനത്തിൽ സംസ്ഥാനം രാജ്യത്തിന് മാതൃകയാണെന്ന മന്ത്രി റോഷി അഗസ്റ്റിൻ. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ വയോജന സംഗമം ഓർമ്മച്ചെപ്പ് 2025 ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 18ാമത് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് കൊടിയേറി. MM മണി MLA കായികമേള ഉദ്ഘാടനം ചെയ്തു. മന്ത്രി റോഷി അഗസ്റ്റിന് നേരെ ഇടുക്കിയിൽ വീണ്ടും കരിങ്കൊടി പ്രതിഷേധം. മഴയിൽ കുതിർന്ന് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള. ജില്ലയിൽ ഓറഞ്ച് അലർട്ട് ഉണ്ടായിട്ടും മേള സംഘടിപ്പിച്ചതിൽ വിമർശനം. സംഘാടകരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് MM മണി MLA. RBI നേതൃത്വത്തിൽ പോലീസിന്റെയും ലീഡ് ബാങ്കിന്റെയും SBIയുടെയും സഹകരണത്തോടെ പെൻഷൻകാർക്കുള്ള ഡിജിറ്റൽ തട്ടിപ്പ് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാറിന്റെ ഉദ്ഘാടനം തൊടുപുഴ DYSP സാബു PK നിർവഹിച്ചു. ഇതോടെ ഈ വാർത്ത ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.